നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന അവസരത്തിലാണ് മറ്റന്നാൾ ധനമന്ത്രി KN ബാലഗോപാൽ കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. വയനാട് പുനരധിവാസവും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കാനുള്ളത്. കാർഷിക മേഖല പ്രതീക്ഷയിലാണ്. നെല്ലിൻ്റെ സംഭരണ വില ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. കേരള ബഡ്ജറ്റ് ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമോ എന്നാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം റിട്ടയർഡ് IAS ഓഫീസർ PC സിറിയക്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ അനിതകുമാരി, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ റോണി K ബേബി എന്നിവർ. ആദ്യം ശ്രീ PC സിറിയക്, വിഴിഞ്ഞത്തിനും വയനാടിനും ഈ ബഡ്ജറ്റിൽ പ്രത്യേക പ്രഖ്യാപനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിഴിഞ്ഞത്തിന് യാതൊരു പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേതായാലും അദാനി അക്കാര്യം നോക്കിക്കൊള്ളൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതും ബാക്കിയുള്ളത് സ്വന്തം സ്ഥാപനങ്ങളിൽ നിന്ന് ഇറക്കിയും എങ്ങനെയെങ്കിലും പദ്ധതി വിജയിപ്പിക്കാനുള്ള ഒരു ബാധ്യത അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ ശുഷ്കമായ കോശസ്ഥിതി നോക്കുമ്പോൾ വിഴിഞ്ഞത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വയനാടിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിലും സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ ലഭ്യമായ പണം ഉപയോഗിച്ച് വയനാട്ടിൽ കാര്യങ്ങൾ വേഗം തീരുമാനമെടുക്കണം. അതാണ് അവിടെ കാണാത്തത്. വീട് കെട്ടുന്ന കാര്യമോ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യമോ അതിന് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യമോ ഇതെല്ലാം തന്നെ ഒരു നിശ്ചിതമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലായിടത്തും ചിലയിടത്തൊക്കെ കോടതി കേസുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള അനിശ്ചിതാവസ്ഥ, താമസം, അതും അല്ലെങ്കിൽ ഗുണഭോക്താക്കളായവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വയനാടിൻ്റെ ഒരു പാക്കേജ് ശരിയായിട്ട് രീതിയിൽ നടപ്പിലാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ധനസഹായം നൽകാൻ മുമ്പോട്ട് വന്നവർ പോലും പലരും താമസം കണ്ട് പിൻവാങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റു കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും മോശമായ ധനസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ചില മാറ്റങ്ങൾ, ചെലവ് ചുരുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 4 വർഷങ്ങളിലും ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രി, ഈ ചെലവ് ചുരുക്കൽ എന്നുള്ള വാക്ക് തന്നെ മിണ്ടിയിട്ടില്ല. ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ പണം മുടക്കിയാൽ മാത്രമേ ബിസിനസ് വളരൂ. അത് ശരി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും അല്ലെങ്കിൽ ദീർഘകാല പ്രയോജനം നൽകുന്നതുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പണം മുടക്കണം, അല്ലാതെ പറ്റില്ല. പക്ഷേ അനാവശ്യമായും ഒരുപാട് കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിലും മറ്റും ഞാൻ ഓർക്കുന്നുണ്ട് നിരവധി പദ്ധതികൾ. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും ഒന്ന് കുറയ്ക്കണം, അനാവശ്യ ചെലവുകൾ ചുരുക്കണം. അതുപോലെ തന്നെ കിഫ്ബിയുടെ പദ്ധതിയാണെങ്കിൽ തന്നെ 80,000 കോടി കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ നടപ്പിലാക്കിയത് 20,000 കോടിയുടെ പദ്ധതികൾ മാത്രമാണ്. ശ്രീ PC സിറിയക്, കിഫ്ബി റോഡുകൾക്ക് ഇനി മുതൽ ടോൾ ഏർപ്പെടുത്താനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതെ, അത് ബഡ്ജറ്റിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ബഡ്ജറ്റ് പ്രതിഫലിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും ഓർഡിനൻസോ, ഇതിപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഒരു ഫീലർ പുറത്ത് വിട്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടി. ആ റിയാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഇത് ഒരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നേക്കാം പിന്നീട്. അത് ബഡ്ജറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ബഡ്ജറ്റ് ഏതെല്ലാം മേഖലകൾക്ക് പ്രാധാന്യം നൽകുമെന്നാണ് താങ്കൾ കരുതുന്നത്? എൻ്റെ വിചാരത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു കാര്യമായിട്ട് എന്തെങ്കിലും പ്രാധാന്യം നൽകാൻ വേണ്ടി പണം കയ്യിലുണ്ടോ?
ഇപ്പം ശമ്പളവും പെൻഷനും നേരത്തെ എടുത്ത കടത്തിൻ്റെ പലിശയും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു മൊത്തം വരുമാനത്തിൻ്റെ 2/3 തീരുകയാണ്. ബാക്കിയുള്ളത് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരന്തരമായി നഷ്ടത്തിൽ. KSRTCയും KSEBയും മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കെല്ലാം പണം പമ്പ് ചെയ്യേണ്ടി വരുന്നു. ഇതുപോലെ തന്നെ 120-ൽ പരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിൽ ബഹുഭൂരിപക്ഷവും നഷ്ടത്തിൽ നടക്കുന്നത്. അതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ അതിൻ്റെ എല്ലാം നഷ്ടം പരിഹരിക്കണം, കുറേ കർശനമായ നിലപാടുകൾ എടുക്കണം. ഇപ്പോൾ KSRTC ഫോർ എക്സാമ്പിൾ, അവർ തന്നെ കുറേ നഷ്ടത്തിലാകുന്ന റൂട്ടുകളൊക്കെ നിർത്തി ബാക്കിയുള്ള നല്ല റൂട്ടുകൾ, ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചറും എക്സ്പ്രസ് സർവീസുകളിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊരു നല്ല സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിരന്തരമായിട്ട് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന റൂട്ടുകൾ ഓടിക്കാതിരിക്കുന്നത് ഇവർ ശരി നിർത്തുന്നു. പക്ഷേ അത് നിർത്തി ചുമ്മാ ഇരിക്കുന്നതിന് പകരം ആ റൂട്ടുകൾ ലേലം ചെയ്യണം. ഈ ബസ് പെർമിറ്റുകൾ ലേലം ചെയ്ത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്താൽ KSRTCക്ക് നഷ്ടമാണെങ്കിലും സ്വകാര്യ മേഖല തീർച്ചയായും ആ റൂട്ടുകൾ, ആ റൂട്ട് പെർമിറ്റുകൾ സ്വർണ്ണഖനികളാക്കി മാറ്റിയെടുക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. പിന്നെ മറ്റൊരു വലിയ കാര്യം, വലിയൊരു പ്രതിസന്ധി ഇപ്പം നമുക്കറിയാം, കടത്തിൻ്റെ പ്രതിസന്ധി നമുക്കറിയാം. 4.5 ലക്ഷം കോടിയോ മറ്റാണ് ഇതുവരെയുള്ള കടം. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശമ്പളം പോലും കൊടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. കേരളത്തിലെ തന്നെ സാമ്പത്തിക എമർജൻസി ഡിക്ലെയർ ചെയ്ത് സംസ്ഥാന ഭരണം തന്നെ രാഷ്ട്രപതി ഏറ്റെടുക്കുന്ന ഒരു അപകടം ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞ പ്ലാൻ ബി എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഓക്കെ. ശ്രീമതി അനിതകുമാരി, ശ്രീ PC സിറിയക്ക് പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല. ഇങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കേരളത്തിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നമ്മൾ ഒരു വർഷത്തെ ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് ശരിക്കും ഏതൊക്കെ, അതായത് നികുതി വരുമാനം അല്ലെങ്കിൽ നികുതിയേതര വരുമാനത്തിൽ നിന്ന് എന്താണ് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ശമ്പളവും പെൻഷനും എടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് മാനവ വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ്. നീതി ആയോഗും പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഏജൻസികളും അത് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ അച്ചീവ് ചെയ്തത് ഇവിടെ ഇത്രയും വലിയൊരു സിവിൽ സമൂഹം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടേഴ്സും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഈ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാനവശേഷി വികസനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എടുത്തിട്ട് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ അനുവർത്തിച്ചു വന്ന ഒരു ചിലവ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ സ്ട്രീം ലൈൻ ചെയ്യാം. നമ്മളിപ്പോ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ പെൻഷൻ പ്രായം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷെ നമ്മുടെ ആയുർദൈർഘ്യം വളരെ കൂടുതലുമാണ്. അതൊരു വിരോധാഭാസമാണ്. ആ നിലയ്ക്ക് ഒരു 2 വർഷത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ പെൻഷൻ പ്രായം കൂട്ടാവുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു 2020 ഗവൺമെന്റ് സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വർഷം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 4000 കോടിയുടെ മെച്ചം ഉണ്ടാവുകയും അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അടുത്ത 2 വർഷം കൊണ്ട് ഒരു 7500 കോടിയോളം ഗവൺമെന്റിന് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ അത് ലേറ്റർ സ്റ്റേജിൽ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ട്, അതായത് നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട് 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നമ്മുടെ ആ ക്രൈറ്റീരിയയിലൊക്കെ ഒരു ചേഞ്ച് വരികയും ഗ്രാൻസിനേടൊക്കെ കൂടുതൽ കിട്ടുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ട്. അപ്പം അതും കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോൺ ടാക്സ് റവന്യൂ കൂട്ടുക, അതായത് നികുതിയേതര വരുമാനം കൂട്ടിയെങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് രക്ഷയുള്ളൂ. കാരണം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ആയിട്ട് തുക കുറച്ച് നമ്മൾ പിരിച്ചെടുത്തെങ്കിൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് ശ്രമിക്കണം. പിന്നെ ഇപ്പോഴുള്ള ടാക്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് GST നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എഫിഷ്യൻസി കൂട്ടാം. എഫിഷ്യൻസി കൂട്ടുക,
അതുപോലെ മറ്റ് ടാക്സുകൾ, പ്രത്യേകിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഇപ്പൊ നമ്മുടെ എക്കോണമിയിൽ ഒരു ഡൾനെസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻസ് അത്ര നടക്കുന്നില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അനിതകുമാരി, ബഡ്ജറ്റിൽ പുതിയ നികുതികൾ ഏർപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ലാൻഡ് റവന്യൂല് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൂട്ടാം എന്നുള്ളതല്ലാതെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ കഴിഞ്ഞ വർഷം നമ്മള് ഫെയർ വാല്യൂവിൽ ഒരു ചെറിയ ഇൻക്രീസ് വരുത്തിയിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി റേറ്റ് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഒരു വർധനവ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. GST നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ഉള്ളത് പെട്രോളും ഡീസലും ആൽക്കഹോളും ആണ്. പെട്രോളും ഡീസലിൽ ഇപ്പൊ തന്നെ ഒരു ഹയർ റേറ്റിൽ നിൽക്കുകയാണ്. നമുക്കറിയാം വിലയും കൂടുതലാണ് കേരളത്തിൽ. പിന്നെ ഉള്ളത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ കാര്യത്തിൽ 255% ആണ് ടാക്സ്. മാത്രമല്ല ഈ ഇടയ്ക്ക് ചെറിയൊരു ടിങ്കറിംഗ് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ചെറിയൊരു വർധനവ് ഉണ്ടായി. അപ്പൊ ആ മേഖലയിൽ വർധനവ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ശരി. പിന്നെ നികുതിയേതര വരുമാനത്തിലൂടെ നമുക്ക് കുറച്ചെങ്കിലും റവന്യൂ വരുമാനം കൂട്ടാൻ പറ്റും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ റോണി കെ ബേബി, ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സംസ്ഥാനം 5,000 കോടി രൂപയുടെ പ്രത്യേക സഹായം പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സഹായമില്ലാതെ കേരളത്തിന് ഫണ്ട് കണ്ടെത്താനാവില്ല എന്നതൊരു വസ്തുതയല്ലേ? നമുക്കറിയാം, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട 2 പാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും അധികം ബാധിക്കുന്ന ആരെയാണ്? സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ. ഉദാഹരണമായിട്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി മുടങ്ങുന്നു, പൊതുവിതരണ സംവിധാനം നമ്മൾ കണ്ടു, റേഷൻ കടകളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഒന്ന്, റേഷൻ കടകൾ നടത്തുന്ന നടത്തിപ്പുകാർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ കമ്മീഷൻ കിട്ടുന്നില്ല. 2, റേഷൻ കടകളിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്ന കരാറുകാർക്ക് അവർക്ക് 4-5 മാസമായി ഏകദേശം 100 കോടിയോളം രൂപ കുടിശ്ശികയാണ്. അതുപോലെ നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അവിടെ 4,000 കോടിയോളം രൂപ കുടിശ്ശികയാണ് കരാറുകാർക്ക്. ഇപ്പൊ റേഷൻ കടകളിൽ പോയാലും അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയാലും അവിടെ ആണല്ലോ ഏറ്റവും സാധാരണക്കാർ, ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും ആശ്രയിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് റേഷൻ കടകളും അതുപോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും. സംസ്ഥാനം എത്രയോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണുവാനായിട്ട് ഈ 2 ഇടങ്ങളിൽ മാത്രം നമ്മൾ പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് നമുക്കറിയാം, ഏറ്റവും അധികം കർഷകര് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നെൽകൃഷി, അവിടെ ആ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന് കൃത്യമായി സമയബന്ധിതമായി അതിനുള്ള കൂലി സർക്കാരിന് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ റബ്ബർ കർഷക മേഖല നമുക്കറിയാം, റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് ഒക്കെ കുടിശ്ശിയായിരിക്കുക. അപ്പോൾ ഈ സർക്കാരിന്റെ മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ ആകെ നടക്കുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. 2, പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടം വരെ പോകും എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ ട്രഷറി അടച്ചുപൂട്ടുന്ന അവസ്ഥയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? കേരളത്തിൽ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലേ? കേരളത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലേ? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിന്റെ ഒരു വർഷത്തെ ഈ പറയുന്ന നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അതാണല്ലോ, അല്ലെങ്കിൽ GSDP എന്ന് പറയുന്നത്, അത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച നേരിടുന്ന മഹാരാഷ്ട്ര പോലെ ആ 2-3 സ്റ്റേറ്റുകളാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയിൽ മുന്നിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തുല്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച. 12% നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ബഹുമാന്യനെ ഡോക്ടർ PC സിറിയക്കൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് റവന്യൂ ചെലവാണ്. അതിഭീമമായ രീതിയിലുള്ള റവന്യൂ ചെലവാണ് നമുക്ക് ഇവിടെ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം ഇല്ലാഞ്ഞിട്ടല്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിന് മൊത്തം വരുമാനത്തിന്റെ മൊത്തം വരുമാനമായിട്ടുള്ള 1,38,655 കോടിയിൽ ഏകദേശം 85,000 കോടിയും വന്നത് ആഭ്യന്തര ഉൽപാദനമാണ്. സംസ്ഥാനത്തിനുള്ളിൽ നിന്നുമാണ് വന്നത്. ബാക്കിയാണ് നമ്മൾ കടമെടുപ്പിലൂടെ. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ വരവും ചെലവും തമ്മിലുള്ള അന്തരം, ഞാൻ പറഞ്ഞല്ലോ, ചെലവ് മൊത്തം പോകുന്നത് 70%. ഇവിടെ ബഹുമാനപ്പെട്ട PC സിറിയക്ക് ചൂണ്ടിക്കാണിച്ചു. 70% പോകുന്നത് 3 ഘട്ടത്തിലേക്കാണ്. ശമ്പളം 30%, പെൻഷൻ 21%, പലിശ 19%. ഈ 3 കൂടെ ഏകദേശം 70%. നമ്മൾ ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രം കഴിഞ്ഞ വർഷം മാറ്റിവെച്ചത് 80,000 കോടി രൂപയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നമ്മുടെ പാളിച്ച എവിടെയാണെന്നറിയോ? അതായത് കഴിഞ്ഞ വർഷം മൊത്തം
1,38,655 കോടിയായിരുന്നു നമ്മുടെ മുഴുവൻ റവന്യൂ വരുമാനമെങ്കിൽ നമ്മൾ റവന്യൂ ചെലവ് എന്ന് പറയുന്നത് 1,84,327. ഞാൻ പറയുന്ന ഫിഗർ പ്രത്യേകം ശ്രദ്ധിക്കണം. 1,84,327 കോടി രൂപ നമ്മൾ ചെലവഴിച്ചപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മൂലധന നിക്ഷേപം, അവിടെയാണ് മറ്റ് സംസ്ഥാനങ്ങളും കേരളവുമായിട്ടുള്ള വ്യത്യാസം എന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം ഒരു സംസ്ഥാനത്ത് കൂടുതൽ വികസനം ഉണ്ടാകണമെങ്കിൽ, തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ മൂലധന ചെലവുണ്ടാവണം. സർക്കാർ അവിടെ കൃത്യമായിട്ടുള്ള പണം ചെലവഴിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി പുതിയ വ്യവസായങ്ങൾ വരണം, അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, പുതിയ സാമ്പത്തികമായിട്ടുള്ള പിന്നെ സംരംഭങ്ങൾ ഉണ്ടാവണം. അവിടെ നമ്മൾ ചെലവഴിച്ചത് അതിദയനീയമാണ്. വെറും 16,000 കോടി രൂപ മാത്രം. 10% പോലും, അതായത് നമ്മുടെ കേരളം ഒരു വർഷം ചെലവഴിക്കുന്ന തുകയുടെ ഒരു 10% പോലും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി, മൂലധന ചെലവിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നില്ല. അതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ വ്യത്യാസം. ഈ പറയുന്ന തമിഴ്നാട് ഉൾപ്പെടെ, കർണാടക ഉൾപ്പെടെ, കാരണം ഇപ്പോൾ നമ്മൾ പിന്നെ ഏറെക്കുറെ കേരളത്തെയും കർണാടകയും തമിഴ്നാടിനെയും ഒക്കെ താരതമ്യം ചെയ്ത് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15ാം ധനകാര്യ കമ്മീഷൻ നമ്മളോട് അനീതി കാണിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന സുസ്ഥിര വികസനത്തില് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ കേരളത്തിന്റെ തൊട്ടടുത്താണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമുക്ക് 75 മാർക്കാണ് ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന റാങ്കിങ്ങില് നമുക്ക് 75 പോയിന്റ് ആണ് നമ്മുടെ നേട്ടമെങ്കിൽ, തൊട്ടുപുറയിൽ തമിഴ്നാട് നിൽപ്പുണ്ട് 73%, കർണാടക തൊട്ടുപുറയിലുണ്ട് 72%, ഹരിയാന തൊട്ടുപുറയിലുണ്ട് 70%. പക്ഷെ ഈ 3-4 സ്റ്റേറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയൊന്നും ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായി തന്നെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള പിന്നെ പണം, ബഡ്ജറ്റിലുള്ള അലോക്കേഷൻ, അത് കൃത്യമായി തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, പുതിയ വ്യവസായ സംരംഭങ്ങൾ വരാൻ വേണ്ടി, പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി. നമ്മൾ കണ്ടല്ലോ ഈയിടെ ദാവോസില് ആഗോള ഉച്ചകോടി ഉണ്ടായല്ലോ, സാമ്പത്തിക ഫോറത്തില് കേരളത്തിന് ചില്ലി കാശ് പോലും കിട്ടിയില്ല. തമിഴ്നാടിന് എത്ര ദശലക്ഷക്കണക്കിന് കോടിയാണ്, 8 ലക്ഷമോ 9 ലക്ഷമോ കോടി പിന്നെ ഡോളറിന്റെ വലിയ നിക്ഷേപങ്ങളാണ് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത്. ശ്രീ റോണി നടപടിയാണ്. എവിടെയാണ് കേരളം പുറകിലാകുന്നത്? തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ഇതുപോലുള്ള ദാവോസിലെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു, ഇതുപോലുള്ള ഘട്ടങ്ങളിൽ കേരളം എന്തുകൊണ്ടാണ് പിന്നിലേക്ക് മാറിപ്പോകുന്നത്? അതിന്റെ അകത്ത് നമ്മുടെ ഭരണപരാജയങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാൻ ഇവിടുന്ന് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയല്ല. CAG തന്നെ നൽകിയ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന നികുതി കുടിശ്ശിക പ്ലസ് 30,000 കോടി രൂപ. ഇവിടെ ബഹുമാനപ്പെട്ട ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബഹുമാനപ്പെട്ട പ്രൊഫസർ അത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ ഒരു പഠനം കഴിഞ്ഞ വർഷം പുറത്തു വന്നത് 25,000 കോടിയോളം രൂപ കേരളത്തിലെ നികുതി കുടിശ്ശികയുള്ളതാണ്. GST നികുതി പിരിവില് ഏറ്റവും കുറവ് വളർച്ച പിന്നെ കാണിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം. ഏറ്റവും അധികം GST പിരിച്ചെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ. കാരണം എന്താ, ഇന്ത്യയിലെ നമ്പർ 1 കൺസ്യൂമർ സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും അധികം GST വിഹിതം ഒരുപക്ഷെ കേന്ദ്രത്തിലേക്ക് നൽകാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ GST പിന്നെ ഇത് പിരിച്ചെടുക്കുന്നതിൽ നമ്മുടെ വളർച്ച? കാരണം തമിഴ്നാടും മറ്റ് സ്റ്റേറ്റുകളും ഒക്കെ 10% മുകളിലാണ്. ഹരിയാനയൊക്കെ 15%. ഓരോ വർഷവും ഉണ്ടാകുന്ന അവരുടെ ഗ്രോത്ത് ഈ GST നികുതി പിരിച്ചെടുക്കുന്നതിൽ നമ്മൾ അതിദയനീയമായിട്ട് നിൽക്കുക. നമ്മൾ വെറും 5% പിന്നെ നമ്മുടെ പിന്നെ ഈ GST. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും 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 കടമെടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകും. 2016 മുതൽ 24 വരെ 165% കേരളത്തിന്റെ കുടിശ്ശിക ബാധ്യതകൾ പിന്നെ വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 2016 1,63,271 കോടിയായിരുന്നു നമ്മുടെ പൊതുകടമെങ്കിൽ 2024 ആയപ്പോൾ 4,29,207 കോടി. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീക് സാർ ചൂണ്ടിക്കാണിച്ചു, വളരെ കറക്റ്റാ. 4.5 ലക്ഷം കോടി എന്ന അതിഭീമമായിട്ടുള്ള പിന്നെ ഈ അവസ്ഥയിലേക്ക് പിന്നെ നമ്മുടെ കേരളം പോവുകയാണ്. ഈ പറയുന്ന റവന്യൂ കമ്മി അതിഭീമമാണ്. ഈ തമിഴ്നാട് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം ഇച്ചിരി മുമ്പിൽ 3.82% ആയിട്ട് എന്തോ ഈ റവന്യൂ കമ്മി നിൽക്കുന്നത്. കർണാടകത്തിലൊക്കെ പിന്നെ 0.5% താഴെയാണ് റവന്യൂ കമ്മി. ഹരിയാനയിലൊക്കെ 0.5% താഴെയാണ്. ഞാനിപ്പോ ഈ 3-4 സ്റ്റേറ്റുകൾ എടുക്കുവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സുസ്ഥിര വികസനത്തില് കേരളത്തിനൊപ്പം ഏകദേശം അടുത്ത് റാങ്കിങ്ങുകളിൽ നിൽക്കുന്ന 3-4 സംസ്ഥാനങ്ങളാണ്. പക്ഷെ അവർക്ക് ഇല്ലാത്ത പ്രതിസന്ധി എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നു? നമ്മളെ ഈ പറയുന്ന സാമൂഹ്യ സേവന മേഖലയിൽ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണോ ഈ പ്രതിസന്ധിക്കാണ്? നമ്മളെല്ലാം പറയുന്ന കേരള മോഡൽ നമ്മൾ ഒരുപാട് ചെലവുകൾ അതിലേക്ക് ചെയ്തു, അതുകൊണ്ട് നമുക്ക് എല്ലാം ഇപ്പോൾ പരാജയം. അതല്ല യഥാർത്ഥ കാരണം. നമ്മുടെ പിന്നെ ഫിനാൻഷ്യൽ ഇൻഎഫിഷ്യൻസി, കെടുകാര്യസ്ഥത, അതൊരു വലിയ ഘടകമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ PC സിറിയക്ക്, കേരളത്തിലെ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള
ബഡ്ജറ്റ് വിഹിതം എന്തായിരിക്കും? ബഡ്ജറ്റിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? വാസ്തവത്തിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കൃഷിയുടെ കാര്യം നേരത്തെ തന്നെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു. നെൽകർഷകർക്ക് അവർ കൊടുത്ത നെല്ലിൻ്റെ വില പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കുറേയൊക്കെ ബാങ്ക് ലോൺ എന്നുള്ള രീതിയിൽ കൊടുത്തു. അവരെ കൊണ്ട് ബാങ്കിൻ്റെ കടം എടുപ്പിച്ചിരിക്കുകയാണ് അവർ കൊടുത്ത നെല്ലിൻ്റെ വില കൊടുക്കുന്നതിന് പകരം. ഇതൊക്കെയൊന്ന് കൊടുത്തു തീർക്കാതെ നെൽകൃഷി വികസനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി, നെൽത്തടം, നീർത്തടം എല്ലാം നിലനിർത്തണം എന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാശ് കൊടുക്കണം. നെല്ലിൻ്റെ വില കൊടുക്കാതിരുന്നാൽ കർഷകൻ എങ്ങനെ വീണ്ടും ഇറക്കുമോ കൃഷി? വീണ്ടും നിവൃത്തിയില്ലാത്തവർ, വേറെ വഴിയില്ലാത്തവർ മാത്രം ചെയ്തേക്കും ഒരുപക്ഷേ. അല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്നവർ നിർത്തേണ്ടെന്ന് വിചാരിച്ച് ചെയ്യും. പിന്നെ കേരളത്തിലെ കൃഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വിജയകരമായ ഒരു കൃഷി കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ കൃഷിയായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ കുറ്റം കൊണ്ട്, കേരളത്തിനെ ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നില്ല, കേന്ദ്രത്തിൻ്റെ കുറ്റം കൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ റബ്ബറിൻ്റെ കഷ്ടകാലമായി തീർന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ റബ്ബറിൻ്റെ ഉൽപ്പാദനം ആണ്ടുതോറും വർദ്ധിച്ചുകൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ ചരിത്രം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ റബ്ബർ ബോർഡ് തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമ്മുടെ ഉൽപ്പാദനം 15,000 ടണ്ണായിരുന്നു. അത് ക്രമേണ ഓരോ കൊല്ലവും കണിശമായ അളവിൽ വർധനവുണ്ടായി. അവസാനം 2013 ഏതാണ്ട് 10 ലക്ഷം ടൺ, 9.85 ലക്ഷം ടൺ ഉണ്ടായതാണ് 2013. പക്ഷേ 2014 ഈ സർക്കാർ വന്നു, ഇറക്കുമതിയുടെ അതിപ്രസരം ഉണ്ടായി. റബ്ബർ വിപണി, ഇറക്കുമതി ചരക്ക് മുഴുവൻ ഗോഡൗണിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിപണിയിൽ നിന്നും മാറി നിൽക്കാം, വില ഇടിക്കാം. അങ്ങനെ വില ഇടിച്ചു. അതിൻ്റെ ഫലമായിട്ട് ടയർ കമ്പനികളുടെ കാർട്ടൽ അവരെല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചു, ഇവിടെ വില ഇടിച്ചു. വില ഇടിച്ചപ്പോൾ എന്ത് പറ്റി? കൃഷിക്കാർക്ക് പലർക്കും അവരുടെ ടാപ്പർക്ക് കൂലിയും മറ്റ് ചിലവുകളും വഹിക്കാൻ നിവൃത്തിയില്ലാത്തത്ര അളവിൽ വില കുറഞ്ഞു. അവർ ടാപ്പിംഗ് നിർത്തി. ഇങ്ങനെ നിർത്തിയപ്പോഴത്തേക്ക് 2013 ഈ 10 ലക്ഷം ടണ്ണിന് അടുത്തെത്തിയ ഉൽപ്പാദനം 2015 ആയപ്പോഴേക്ക് 5.5 ലക്ഷം ടണ്ണായിട്ട് കുറഞ്ഞു. പിന്നെ 2016 അത് 5 ലക്ഷം ടണ്ണായി. പിന്നെ റബ്ബർ ബോർഡും മറ്റും ഭഗീരഥ പ്രയത്നങ്ങളൊക്കെ എടുത്തെങ്കിലും ഇപ്പോഴും ഏതോ 8 ലക്ഷം ടണ്ണിലെത്തി നിൽക്കുന്നേ ഉള്ളൂ. 2013 10 ലക്ഷം ടണ്ണിൻ്റെ അടുത്തെത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തെറ്റായ നിലപാടുകളും തെറ്റായ നയങ്ങളും ഒക്കെ കൊണ്ട് വാസ്തവത്തിൽ വളരെ മോശമായ ഒരു സ്ഥിതിയാണ് ഈ കൃഷി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മറ്റ് കൃഷികളുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സ്പൈസസിൻ്റെ കാര്യത്തിലും മറ്റും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കയറ്റുമതിയുടെ കാര്യത്തിൽ ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ആസിയാൻ കരാറിൻ്റെ വെളിച്ചത്തിൽ അവിടെ നിന്നുള്ള ഉൽപ്പന്നം ഇവിടെ നാട്ടിലെത്തുന്നു. നമ്മുടെ കുരുമുളകിനേക്കാളും തരം കുറഞ്ഞ കുരുമുളക് ഇവിടെ എത്തി നമ്മോട് മത്സരിക്കുന്നു. ഈ കാര്യത്തിലും കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. പക്ഷേ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടത് ഇന്ന് കൃഷി ലാഭകരമാകണമെങ്കിൽ കുറേ അധികം നിയന്ത്രണങ്ങൾ എടുത്തു കളയണം. അനാവശ്യമായിട്ട് ഉദാഹരണമായിട്ട് റബ്ബർ ആയിരുന്ന റബ്ബർ കൃഷി നഷ്ടമായിപ്പോയി, മാറാൻ തുടങ്ങിയാൽ അവർ പറയും ഞങ്ങൾ റബ്ബർ കൃഷിയില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലാൻഡ് സീലിംഗ്, നിലം കയ്യിൽ വെച്ചിരിക്കാവുന്ന സ്ഥലത്തിൻ്റെ ഭൂപരിധി നിർണയ നിയമത്തിൽ നിന്നും ആ വിധിവിലക്ക് ഞങ്ങൾക്ക് തന്നിരുന്നു റബ്ബർ ആയതുകൊണ്ട്. അതെടുത്ത് മാറ്റുന്നു, ആ കൃഷി മാറുന്നു, ഞങ്ങൾക്ക് ആ വിധിവിലക്ക് പോയി നിങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്നു, മിച്ചഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായി ഇതൊക്കെ എടുത്ത് ഇത്തരം കാര്യങ്ങളിൽ സ്വതന്ത്രനാക്കുക. കേരള ഗവൺമെന്റിന് ഇടപെടാൻ കഴിയില്ലേ? ഉദാഹരണത്തിന് കേരള ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. റബ്ബറിന്റെ ഇറക്കുമതി കുറയ്ക്കുക, റബ്ബറിന്റെയും കുരുമുളകിന്റെയും മറ്റും ഇറക്കുമതി നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരള ഗവൺമെന്റ് ഇടപെടേണ്ടതല്ലേ? ഇതെല്ലാം കേരള ഗവൺമെന്റ് ഇടപെടുന്നില്ല. പക്ഷേ ഇടപെട്ടാലും കാര്യമായിട്ട് ഗുണമുണ്ടാകാൻ പോകുന്നില്ല. കാരണം റബ്ബറിൻ്റെ കാര്യത്തിൽ ടയർ വ്യവസായികളുടെ ഭീകരമായ ശക്തി കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അവരത് ആസ്വദിക്കുകയാണ്. PCCയിലേക്ക് ടയർ ലോബിയെ കുറിച്ചുള്ള ആരോപണം ദീർഘകാലമായി ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ കരങ്ങൾ ശക്തമായതുകൊണ്ടും അവർ കേന്ദ്രത്തിൽ ഈ കാര്യം കേന്ദ്രത്തിൽ ഭരണത്തിലുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബറിൻ്റെ കാര്യത്തിലും ഇറക്കുമതി നിയന്ത്രിക്കുന്ന കാര്യത്തിലുമൊക്കെ അവർക്കതിന് മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? അതുകൊണ്ടാണ് ഇപ്പോൾ കർഷകൻ എന്ത് ചെയ്യണം? റബ്ബർ കൃഷി മാത്രം ആശ്രയിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യുക, ഉൽപ്പാദനം കുറയ്ക്കുക. തൽക്കാലം റീപ്ലാന്റ് ചെയ്യാന്നുള്ളവർ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ്
റബ്ബർ തന്നെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പഴയത് വെട്ടിക്കളഞ്ഞ് റബ്ബർ തന്നെ വീണ്ടും കൃഷി ചെയ്യുന്നതിന് പകരം മറ്റെന്തെങ്കിലും ചെയ്യുക. പക്ഷെ മറ്റെന്തെങ്കിലും ആദായകരമായ കൃഷി ചെയ്ത് നാട്ടിനും കൃഷിക്കാർക്കും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി കേരള സർക്കാർ നിയമം ലിബറലൈസ് ചെയ്യണം. ഈ നിയമങ്ങളെല്ലാം മാറ്റണം. ഇഷ്ടമുള്ള കൃഷി ചെയ്യട്ടെ കൃഷിക്കാരൻ. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവിടെ മറ്റ് കൃഷികളും ചെയ്യാം. കുരുമുളക് കൃഷി ചെയ്യാം, നല്ല ഒന്നാം തരമായിട്ട് ലാഭം കിട്ടും. ശരി. അല്ലെങ്കിൽ തന്നെ എണ്ണപ്പന കൃഷി ചെയ്യാം. പണ്ട് മലേഷ്യ റബ്ബറിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്തായിരുന്നു. അവർ റബ്ബറിൻ്റെ ലാഭം മോശമാണെന്ന് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് എണ്ണപ്പനയിലേക്ക് തിരിഞ്ഞു. ഇന്ന് അവർ എണ്ണപ്പനയിൽ നിന്നും ഭയങ്കരമായ ലാഭം കൊയ്യുന്നു. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി അനിതകുമാരി, ശ്രീ റോണി പറഞ്ഞതുപോലെ അനിയന്ത്രിതമായ കടമാണോ കേരളത്തിൻ്റെ വ്യവസായത്തിന് പ്രതികൂലമായി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക മുന്നേറ്റത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത്? കുറവായതുകൊണ്ടാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെന്റ് പോലെയുള്ള പിന്നെ ആ ഒരു ഏജൻസിയെ വന്നത്. ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് 90,000 കോടി കിഫ്ബിക്ക് വേണ്ടി ചെലവഴിച്ചു. അത് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്നതുമല്ല. പക്ഷേ കേരളത്തിലെ പിന്നെ വ്യവസായ വികസനത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലാൻഡ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഭൂമിയുടെ ലഭ്യത മറ്റ് പോലെ ഇല്ല. അതുപോലെ തന്നെ ഈ പോപ്പുലേഷൻ, ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടമാണ് എല്ലായിടത്തും. ഇപ്പം ഗ്രാമാന്തരങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഹെവി ഇൻഡസ്ട്രീസിന് ഒരുപാട് പരിമിതികൾ കേരളത്തിലുണ്ട്. പക്ഷെ അതേസമയം ഇപ്പൊ ടൂറിസം പോലുള്ള വ്യവസായത്തിന് നമുക്ക് നല്ല രീതിയിൽ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് പ്രൈവറ്റ് മേഖലയെ കൂടുതൽ ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാരണം അവരെ കൊണ്ട് മുതൽ മുടക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളെ കൊണ്ട് മുതൽ മുടക്കുക, എന്നിട്ട് ഗവൺമെന്റ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കുകയും നമ്മുടെ വ്യവസായവൽക്കരണത്തിനുള്ള ഈ എന്താ പറയണ്ട നിയമങ്ങളും ലൈസൻസുകളും ഇങ്ങനെയുള്ളതിനൊക്കെ ലഘൂകരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാനും പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും അതിലൊരു പ്രൈവറ്റ് ഇടപെടലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം നേരത്തെ റോണി പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവ് തന്നെയാണ്. നമുക്ക് ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഫ്ബി ആശ്രയിച്ചത്. പക്ഷെ അതിനും കുറെ ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസും പലതും ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പ്രൈവറ്റിനെയും കൂടെ ശരിക്കും ഈ PPP മോഡൽ ആദ്യമായിട്ട് തുടങ്ങിയ കേരളമാണ്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രം കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ? കേന്ദ്രത്തിൽ നിന്നുള്ള അവഗണന കേരളം പല കാലങ്ങളായിട്ട് സൂചിപ്പിക്കുന്നതാണ്. ഇത്തവണയാണെങ്കിൽ തന്നെ കാലാവസ്ഥാ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനം 4,500 കോടി രൂപ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ ആയുർവേദത്തിൽ ഒരു അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം കേരളം പ്രതീക്ഷിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന ഒരു അവഗണനയും കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? തീർച്ചയായും നമ്മൾ നേരത്തെ പറയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളും കൂടെ കൂടിച്ചേർന്ന ഒരു രാജ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് വേണം അവർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കാനായിട്ട്. ഇപ്പൊ വന്നു പോയിരിക്കുന്ന എന്താണ്, കേരളം മുൻപന്തിയിൽ ചില ഇൻഡിക്കേറ്റേഴ്സിൽ എത്തിയത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ പൈസ കിട്ടുന്നില്ല. പക്ഷെ അതുപോലെ കേരളത്തിന്റെ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെഫിസിറ്റ് ആണ്. അങ്ങനെയാവുമ്പോൾ ആ തരത്തില് നമ്മുടെ ഫിസ്ക്കൽ ഫെഡറലിസം ഒരു ട്രാൻസ്ഫർ വരുമ്പം ഈ ഒരു പരിഗണന വേണം. ഫിനാൻസ് കമ്മീഷനിൽ നിന്നാണെങ്കിൽ ശരി, നമ്മള് മറ്റ് പിന്നെ കേന്ദ്രത്തിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് CSS പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും കേരളത്തിന് അനുകൂലമായ വിധത്തിൽ ആ പദ്ധതികൾ വന്നെങ്കിലേ നമുക്ക് ഇവിടെ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. അതല്ലാതെ കേരളം കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ തരുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ എടുക്കണ്ട, ഈ വൺ സൈസ് ഫിറ്റ് ഫോർ ആൾ എന്നുള്ള ആ ക്രൈറ്റീരിയ കേരളത്തിന് നടക്കില്ല. കാരണം കേരളം കുറെ കാര്യങ്ങളിൽ ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊക്കെയാണോ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്നെസ്സിൽ നിൽക്കുന്ന ആ ബാക്ക്വേർഡ്നെസ് കൺസിഡർ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അലോക്കേഷൻ നടത്തണം. അത് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പൊ തീർച്ചയായിട്ടും റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം കേന്ദ്രം അലോക്കേഷൻ നടത്താനായിട്ട്. അതിപ്പോ നമ്മുടെ ധനകാര്യ കമ്മീഷനിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ക്രൈറ്റീരിയകൾ ചിലത് മാറും, നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ റോണി കെ ബേബി, ശ്രീമതി അനിതകുമാരി പറഞ്ഞതുപോലെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമല്ലേ?
ഈ കാര്യങ്ങളിലൊക്കെ സാമ്പത്തിക വളർച്ചയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ ആ തരത്തിൽ രൂപീകരിക്കേണ്ടതല്ലേ? നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും അധികം സാമ്പത്തിക വളർച്ച നേടാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പശ്ചാത്തല സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കേരളം. പഴയ തിരുവിതാംകൂറൊക്കെ എത്രയോ സാമ്പത്തികമായി വളർന്ന പ്രദേശങ്ങളായിരുന്നു നമുക്കറിയാം. പക്ഷെ നമുക്ക് എവിടെയാണ് പാളിച്ചു വന്നു പോയത്? നമ്മുടെ ഇവിടുത്തെ കുറെ തലതിരിഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ. ഞാൻ ആരെയും ഒരു വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏത് വികസനം വന്നാലും ആ വികസനത്തെ എല്ലാം വഴിയിൽ തടയുന്ന വികസന വിരോധികളായി എന്ത് വന്നാലും അതിനെതിരെ നമ്മൾ നിലപാടുകൾ എടുക്കും. നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. യന്ത്രവൽക്കരണം നമ്മുടെ ഇവിടെ വന്നപ്പോഴും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോഴും ഒരു മുൻ വിദേശകാര്യ വിദഗ്ധനെ പോലും നമ്മൾ കണ്ടു ഇവിടെ വിദേശ സർവകലാശാലകൾ വരണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കോൺക്ലേവ് വിളിച്ചു കൂട്ടിയപ്പോൾ അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന ടി ശ്രീനിവാസനെ അടിച്ചു താഴ്ന്നിരുന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. അന്ന് അത് നമ്മൾ 10 വർഷം കഴിയുമ്പോൾ ഇപ്പൊ എന്താ നമ്മൾ വിദേശ സർവകലാശാലകൾക്ക് പരവതാനി വിരിക്കാൻ പോവുകയാണ്. അതുപോലെ ഈ ഇന്ത്യയിൽ തന്നെ IT റവല്യൂഷന്റെ ഏറ്റവും വലിയ ഹബ്ബായി മാറാവുന്ന ഇവിടെ ബഹുമാനപ്പെട്ട അനിതകുമാരി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ ഒരു വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്കോ അതിനൊന്നും അനുകൂലമല്ല. പക്ഷെ നമുക്കിവിടെ ചെയ്യാമായിരുന്നു. IT പോലെയുള്ള മേഖലകളിൽ ഇന്ത്യയിൽ ഒന്നാമത് വരാനുള്ള സാധ്യത കേരളത്തിനായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മളിവിടെ കളഞ്ഞു. സ്വാശ്രയ സമരം, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരം, പാവപ്പെട്ടവർ ഇവിടെ പഠിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ രക്തസാക്ഷികളെ വരെ സൃഷ്ടിച്ച് ഒരു 10-20 വർഷം നമ്മൾ കേരളം പുറകോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഹൈദരാബാദ് പോലെ ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ എത്രയോ മുന്നിൽ പോയി. നമുക്കറിയാം ഇന്ത്യയിലെ IT ഹബ്ബായി ഇന്ന് ഹൈദരാബാദും അതുപോലെ തന്നെ ബാംഗ്ലൂർ മാറി. അവിടെയൊക്കെ ഉണ്ടായ വികസനം, അവിടെയൊക്കെ വരുന്ന റവന്യൂ വരുമാനം എന്നൊക്കെ പറയുന്നത് എത്രയോ ഭയങ്കരം. അവിടെയാണ് നമ്മുടെ കേരളം ഇപ്പൊ നമ്മൾ എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങി. ഞാൻ അധ്യാപക മേഖലയിൽ നിന്ന് ഉള്ള ഒരാളായതുകൊണ്ട് നമുക്കറിയാം. ഞാൻ പറയാം, ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ളവെല്ലാം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കുട്ടികളില്ല. കാരണം എന്താ? കേരളത്തിലെ ഏറ്റവും മികച്ച കുട്ടികളെല്ലാം പുറത്തുപോയി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം സ്വീകരിച്ചു. അവിടെ പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടി. ഒരു വലിയ ഒഴുക്കായിരുന്നു ഈ പറയുന്ന തമിഴ്നാട്, കർണാടക പോലെയുള്ള അവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക്. നമ്മൾ ഒരുപാട് വൈകി നമ്മളിവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോ എന്താ? ഇപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഇവിടെ അതുപോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏറ്റവും മികച്ച നിലവാരം. കേരളത്തിലെ സ്വാശ്രയ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങളാണ്. പക്ഷെ ഇപ്പൊ എന്താ? അവിടെ പഠിക്കാൻ കുട്ടികളില്ല. അവിടെ വരുന്ന കുട്ടികളെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? നമ്മൾ പ്രവേശന മാനദണ്ഡങ്ങളിലൊക്കെ വെള്ളം ചേർത്ത് അവസാനം എൻട്രൻസ് പോലും എഴുതാത്തവർക്ക് പോലും അഡ്മിഷൻ കൊടുക്കാവുന്ന നിലയിലായി. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ നിലവാരമുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തുന്നു. നമുക്കതിന്റെ ഒരു പ്രയോജനം കിട്ടിയില്ല. അവിടെ നമ്മൾ എവിടെ പരാജയപ്പെട്ടു, കേരളം എവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം ഇപ്പോഴും എന്താ? സർക്കാർ ഒരുപാട് അവകാശപ്പെടുന്നു. ഇവിടെ ഏറെ കൊട്ടിഘോഷിച്ചല്ലോ. നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും നിക്ഷേപ സൗഹൃദ സംസ്ഥാനം കേരളമാണെന്നാണ് ഇവിടെ സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടത്. പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. പിന്നെ നമ്മൾ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് പറയുന്നതിന്റെ അകത്ത് എന്താ അർത്ഥമായിരിക്കുന്നത്? അതുപോലെ ഏറ്റവും വലിയ വ്യവസായ സൗഹൃദ സംസ്ഥാനം നമ്മളാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം ഒരു വ്യവസായം വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഈ കേരളം ആകെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം എന്താ? ഇവിടുന്ന് കുറെ കഷ്ടപ്പെട്ട കുറെ നമ്മുടെ ആളുകൾ കേരളത്തിന് പുറത്തുപോയി, ഇന്ത്യക്ക് പുറത്തുപോയി, ലോകം മുഴുവൻ എത്തി. അവിടെ നിന്നും വരുന്ന ആ മണി ഓർഡർ ഇക്കോണമി, അതിനെ കേരള ഇക്കോണമി വിളിക്കേണ്ടത് മണി ഓർഡർ ഇക്കോണമി തന്നെയാണ്. അവിടെ നിന്ന് വരുന്ന പണത്തിൽ മാത്രം നിൽക്കുന്ന ശ്രീ അനിതകുമാരി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിദേശ ഇന്ത്യക്കാർ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയവർ കേരളത്തിൽ നിക്ഷേപം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം, അവരെ അതിന് പ്രേരിപ്പിക്കണം എന്നൊരു അഭിപ്രായം കൂടി പറഞ്ഞിരുന്നു. അല്ല, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ കണ്ടതല്ലേ, കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ സാധൻ എന്ന് പറയുന്ന ഒരു പ്രവാസി ഇവിടെ വലിയ വ്യവസായത്തിൽ വലിയ സ്വപ്നത്തോടു കൂടിയാണ് വന്നത്. പക്ഷെ അവസാനം എന്ത് ചെയ്തു? അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടോ ഈ നാട്ടിൽ? ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഏതേലും NRI ആയിട്ടുള്ള മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അവര് എല്ലാവരും പറയുന്നത് എന്താ? ഞങ്ങൾ ആരും തയ്യാറല്ല, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മള് 2 വർഷം മുമ്പേ കാണുന്ന കിറ്റക്സിന്റെ സംഭവം കണ്ടത് എത്ര ആയിരം തൊഴിലവസരങ്ങൾ കിട്ടുമായിരുന്നു ഒന്നായിരുന്നു. 10,000 അവര് 16,000-ഓളം തൊഴിലവസരങ്ങളാണ്. ഏകദേശം 4,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ വരേണ്ടിയിരുന്നത്. അത് നേരെ തെലങ്കാനയിലേക്ക് പോയി. ആരെങ്കിലും ഏതെങ്കിലും ഒരു നല്ല വ്യവസായ സ്ഥാപനം റിസ്ക് എടുത്തുകൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അല്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ മനോഭാവം, രാഷ്ട്രീയ നിലപാടുകൾ
ഇപ്പോഴും തലതിരിഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന വികസന വിരോധികളായിട്ടുള്ള ഇപ്പൊ തന്നെ ഈ പറയുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. എത്രയോ വർഷം ഇവിടെ ദേശീയ ഹൈവേയിലെ ടോൾ ബൂത്തുകൾക്കെതിരെ സമരം ചെയ്തവർ ഇപ്പം പറയുകയാണ് ഞങ്ങൾ കിഫ്ബി വഴി കൊണ്ടുവരുന്നതിനൊക്കെ ഞങ്ങൾ ടോൾ വിരിക്കും. അപ്പോൾ ഇത്രയും കാലം ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഇവിടുത്തെ ഈ കിഫ്ബിക്ക് അല്ലെ ഈ പറയുന്ന ടോൾ ബൂത്തുകൾക്കെതിരെ എത്രയോ വലിയ സമരം നടത്തിയവരാണ്. ശ്രീ റോണി, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് സിയാൽ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഈ സിയാല് പോലും വരുന്ന സമയത്ത് എന്തായിരുന്നു? പിന്നീട് ഈ സിയാലിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് പോലും എത്തി എസ് ശർമ്മ പറഞ്ഞ എന്താ, എന്റെ ശവശരീരത്തിന് മുകളിലെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തവരല്ലേ. ഞാൻ പറഞ്ഞ എല്ലാ കേരളത്തിന്റെ എല്ലാ സാഹചര്യം ഇതാണ്. അത് കമ്പ്യൂട്ടർ വന്നപ്പോഴാണെങ്കിലും ശരി, ട്രാക്ടർ വന്നപ്പോഴാണെങ്കിലും ശരി, കേരളത്തിൽ തീവണ്ടികൾ വന്നപ്പോഴാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന സ്വാശ്രയ കോളേജുകൾ വന്നപ്പോഴാണെങ്കിലും ശരി, ദേശീയപാത വികസനം വന്നാലും ശരി, ഏത് കാഴ്ചപ്പാടും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കിതിന്റെ വിരോധാഭാസം മനസ്സിലാകാത്തത്. കൊക്കക്കോള പ്ലാന്റ് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവർ, അതിനേക്കാളും വലിയ ജലചൂഷണം വരുന്ന ബ്രൂവറിക്ക് വേണ്ടിയിട്ട് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കരാർ ഒപ്പുവെക്കുന്നു, എല്ലാ ആനുകൂല്യം ചെയ്തു. ആ ഇരട്ടത്താപ്പ് കേരളത്തിലുള്ളപ്പോൾ ആര് കേരളത്തിൽ വിശ്വസിച്ച് ഇവിടെ നിക്ഷേപത്തിന് വരും? അതാ നമ്മുടെ ആ രാഷ്ട്രീയ മനോഭാവവും രാഷ്ട്രീയ, കാരണം കേരളത്തിന് വികസിക്കുക, ഇന്ത്യയിലെ 1-ാം നമ്പർ സംസ്ഥാനമായി വികസിക്കുവാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ ഈ പറയുന്ന GSDP ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഹയസ്റ്റ് ആണ്. 12% ആഭ്യന്തര ഉൽപാദനമാണ് ഇന്നും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ, എന്നിട്ടും നമ്മൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. നമുക്ക് പുതിയതായി ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളിവിടെ ഉണ്ടാക്കുന്ന തിരിച്ചെടുക്കുന്ന പണം മുഴുവൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കടം കൊടുക്കാനും അതിന് പലിശക്ക് തിരിച്ചടക്കാനും വേണ്ടി മാത്രം. പിന്നെ എന്നിട്ടേ കടമെടുത്ത് വീണ്ടും കടത്തിന് പലിശ കൊടുക്കുന്ന ഏതൊരു നാട് ഈ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? നമ്മൾ കടത്തിന് പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും കടമെടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ നിലവിടെയാണ്. ശ്രീമതി അനിതകുമാരി, ശ്രീ റോണി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മനോഭാവം വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സമാകുന്നുണ്ടോ? രാഷ്ട്രീയം പറയാൻ ഞാൻ ആളല്ല. പക്ഷെ പൊതുവെ ഇപ്പൊ കാണുന്നത് കൂടുതൽ വികസനം കൊണ്ടുവരിക, അല്ലെങ്കിൽ എല്ലാ മേഖലയും പുതിയ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് കാണുന്നത്. ഞാൻ ഈ കടത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ശരിയാണ്, കേരളത്തിൽ ഇപ്പം നമ്മൾ അബ്സല്യൂട്ട് എമൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കടം വളരെ കൂടുതലാണ്. പക്ഷേ 2019 അല്ലെങ്കിൽ ഒരു 2014 ശേഷം നമ്മുടെ ഈ FRDM ആക്ട് വന്ന് അത് നിഷ്കർഷിക്കുന്നത് 3% അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ 3.5% അത് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ 3 അല്ലെങ്കിൽ GSDPയുടെ 3 അല്ലെങ്കിൽ 3.5% ഇത് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ആകെ നമ്മൾ കോവിഡ് വന്നപ്പോൾ 2021 ആ 3 എന്നുള്ളത് 5 വരെ തന്നു, നമ്മൾ 4.5 എടുത്തു. അതിനുശേഷവും 3 അല്ലെങ്കിൽ 3.5-ക്കകത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ബിയോണ്ട് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം RBI സാങ്ഷൻ ചെയ്യാതെ കേരള ഗവൺമെന്റിന് കടമെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? 22, 23, 23, 24 ഈ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന് എൻഡേറ്റഡ് ആയിട്ടുള്ള കടം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറയുന്നത് കേരളം സുപ്രീം കോടതിയിൽ നമുക്ക് എൻഡേറ്റഡ് ആയിട്ടുള്ള കടം എടുക്കാനായിട്ട് അത് സാധിച്ചില്ല. മാത്രമല്ല നമുക്ക് കിഫ്ബി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ കടം ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ കടം നിങ്ങൾ നോക്കുമ്പോൾ നമുക്കൊരു 5-6 വർഷത്തെ കടം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എത്രയാണോ FRDM നിഷ്കർഷിക്കുന്ന ആ ഒരു ലിമിറ്റിനകത്തെ നിൽക്കാൻ പറ്റൂ. അതുപോലെ 22, 23, 23, 24 2.5% ഉള്ളു കടം. അതിന്റെ കാരണം എന്താണ്? മറ്റേ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റില് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിന് എടുത്ത കടവും എടുത്തത് കൊണ്ടാണ്. അപ്പൊ ഈ നമ്മൾ അബ്സല്യൂട്ട് ടേംസിൽ എടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ റോഡ് സാർ പറഞ്ഞ പോലെ 12% GSDP ഗ്രോത്ത് ഉണ്ട്. ആ GSDPയുടെ 3% അല്ലെങ്കിൽ 3.5% കടമെടുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും എൻഡേറ്റഡ്. അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഇപ്പൊ നമ്മുടെ GSDPയിൽ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് അറിയുന്ന 10% ഗ്രോത്ത് എക്കോണമിയിലൊരു എന്താ പറയണ്ട ഒരു പിന്നോക്കാവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു ചർച്ചയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് RBI അനുവദിക്കാത്ത ഒരു ഘടകവും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത്, കാരണം നമ്മൾ ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു കടം ഉണ്ടായി അത് നമ്മൾ ഓർക്കണം. അതിൽ നമ്മൾ LDF എന്നോ UDF എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് സെക്ടറുമാണ്. അവിടെയുള്ള ജീവനക്കാരുടെ എണ്ണം തന്നെയാണ്. പിന്നെ 2020 നമ്മള് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മാത്രമേ ഉള്ളൂ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും കൂടുതലുള്ളത്. എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്.
അപ്പൊ അത് നമുക്ക് മാറ്റാൻ കഴിയുമോ? അതുപോലെ തന്നെ 2020 കോവിഡ് വന്നപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ സാലറി റിവിഷൻ നടത്തിയ ഒരു സംസ്ഥാനം കേരളമാണ്. ഏകദേശം 45,000 കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. അതാണ് പിന്നെയും ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ PC സിറിയക്ക്, ഇവർ സംസാരിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ നിലപാടുകൾ നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമായതിൻ്റെ ഉദാഹരണങ്ങളാണ് ശ്രീ റോണിയും ശ്രീമതി അജിതകുമാരിയും രണ്ടുപേരും പറഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ നിലപാടുകൾ മാറണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷകന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സ്ഥലം ഉപയോഗിക്കുന്ന കാര്യത്തിൽ. നമുക്കിപ്പം ഒരു തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനമുണ്ട്, നല്ല പൊതുസ്ഥലം, പബ്ലിക് സ്ഥലമാണ്. അത് ഗവൺമെൻറ് നമുക്ക് തരികയാണ്. പക്ഷേ യാതൊരു വിധത്തിലും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് പ്രയോജനം? അതൊരു വലിയ ബാധ്യതയാണ്. നമുക്ക് തോന്നുന്നു പുത്തരിക്കണ്ട മൈതാനം ഇതാ ഗവൺമെൻറ് നമുക്ക് തരുന്നു, വളരെ സന്തോഷകരമായ കാര്യമാണ്, യാതൊരു ഫീസും കൊടുക്കാതെ തരുന്നു. പക്ഷേ അല്ലെങ്കിൽ തുച്ഛമായ വാടകയ്ക്ക് തരുന്നു. പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഉൽപ്പാദനപരമായ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേർഡൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ കൃഷിസ്ഥലമുണ്ട്, നഷ്ടമാണ് കൃഷി. അത് ലാഭകരമാക്കാനുള്ള കൃഷിയിലേക്ക് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ വാൾ അവിടെ നിൽക്കുകയാണ്, പാടില്ല. ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രതിലോഭപരമായ നിയമങ്ങൾ എടുത്തു കളയണം, ഫ്രീ ആക്കണം. കൃഷിക്കാരനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ, നിങ്ങളുടെ സ്വന്തം സ്ഥലം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചത്. പക്ഷേ ശ്രീ PC സിറിയക്ക്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2,000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിന് ഏതാണ്ട് 1,000 കോടി രൂപ കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു മനോഭാവമല്ലേ പ്രതിഫലിപ്പിക്കുന്നത്? ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണമായിട്ട് ഈ മനുഷ്യൻ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ 1,000 കോടി. 1,000 കോടി കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? വാസ്തവത്തിൽ അവരെല്ലാം കൂടെ ഇരുട്ടിൽ തപ്പുകയാണ്. നമ്മൾ പണ്ട് ട്രെഞ്ചസ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് സോളാർ ഫെൻസിങ് ഉണ്ടാക്കി. പക്ഷേ സോളാർ ഫെൻസിങ് ഇപ്പോഴും കേരളത്തിലെ വനപ്രദേശത്തിൻ്റെ ചുറ്റളവിൻ്റെ നീളം ഏതാണ്ട് 6,000 കിലോമീറ്റർ കാണും. അതിലൊരു 500 കിലോമീറ്റർ മാത്രമേ ഇതുവരെ സോളാർ ഫെൻസിങ് വന്നിട്ടുള്ളൂ. അപ്പം ബാക്കി സോളാർ ഫെൻസിങ് വെച്ചാൽ ഉപകാരപ്പെടുമോ? അതിനെന്താണ് ചിലവ്? അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങണം. വാങ്ങിയില്ലെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അത് കൃത്യമായി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം കേരളത്തിന് തന്നെ ഇപ്പം ഏറ്റവും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു. പക്ഷേ എന്തുകൊണ്ട് ഈ വാർത്ത ഉണ്ടായിട്ടും ദാവോസിൽ പോയ നമ്മുടെ ടീം, നമ്മുടെ പ്രതിനിധി സംഘം വെറും കൈയോടെ തിരിച്ചു വരേണ്ടി വന്നു? ആ പെർസെപ്ഷൻ മാറുന്നില്ല. കേരളം അത് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കുകൂലി, അത് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനമാണ്. അത് എടുത്ത് കളയണമെന്ന് പറയുന്നതല്ലാതെ പറയുന്നില്ല. അത് മുഖ്യമന്ത്രി പറയുന്നു നോക്കുകൂലി പാടില്ല, ഇതാ വീണ്ടും നടക്കുന്നു. അതേ സമയത്ത് പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? നിയമത്തിൽ ചുമട്ടുതൊഴിലാളികൾക്ക് ഓരോ പ്രദേശത്തും ചുമടെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് കുത്തകാവകാശം കൊടുത്തിരിക്കുകയാണ്, മോണോപ്പൊളി കൊടുത്തിരിക്കുകയാണ്. ആ മോണോപ്പൊളി എടുത്തു കളയുക. അത് നിയമപരമായിട്ട് എടുത്തു കളഞ്ഞാൽ അവർക്ക് നമുക്കൊരു ഡ്രൈവറെ വിളിക്കണം, നമുക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാം. ഇലക്ട്രീഷ്യനെ വിളിക്കണം, ഇഷ്ടമുള്ള ആളിനെ വിളിക്കാം. പ്ലംബറെ വിളിക്കണം, നമുക്ക് ഇഷ്ടമുള്ളതിനെ വിളിക്കാം. പക്ഷേ ചുമടെടുക്കണമെന്നുണ്ടെങ്കിൽ, ചുമടിറക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിലാളി യൂണിയനെ സമീപിക്കണം. അതെന്ത് ന്യായം? അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം എടുക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾ കാരണം കൊണ്ടാണ്. ആ നിലപാടുകൾ മാറണം. അതിന് വരെ ആ നിയമം, ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്ത് അവർക്ക് ഒരിടത്തും കുത്തകാവകാശം കൊടുക്കണ്ട എന്ന് വെച്ച് അവരെ അറബിക്കടലിലേക്ക് തള്ളണമെന്നല്ല പറയുന്നത്. അവരും സംരംഭകരാകണം. ചെറിയ ചെറിയ ക്രെയിനുകളും ഇന്നും മരിച്ചാക്കും മറ്റും പുറത്ത് കൊണ്ടുപോകുന്നതാണ് പരിപാടി. അതിന് പകരം ചെറിയ ചെറിയ ക്രെയിനുകളും ചെറിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം ഓരോ കാര്യങ്ങളും. വ്യക്തമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ കായിക ശേഷിയുള്ള നമ്മുടെ ആൾക്കാർക്ക് പല ജോലികളും ചെയ്യാൻ മടിയാണ്. അതേസമയം വിദേശത്ത് എന്നാൽ ചെയ്യും, നമ്മുടെ നാട്ടിൽ എന്നാൽ നാണക്കേടാണ്, ചെയ്യില്ല. ഈ നിലപാട് കാരണമാണ് ഇവിടെ ഒരു വശത്ത് +2 പാസ്സായതെന്നുള്ള കാരണം പറഞ്ഞ് മറ്റ് ജോലികളിലേക്ക് ചെയ്യാൻ മടിച്ച് കൈ കഴുകി മാറി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ. അവർ ഒരു ജോലിയും ചെയ്യാതെ നിൽക്കുന്നു.
പുറത്തുനിന്ന് വരുന്ന പണം ഉപയോഗിച്ച് കുടുംബത്തിൽ വേറെ ആരെങ്കിലും സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് ജീവിക്കുന്നു. അതേ സമയത്ത് 40 ലക്ഷത്തോളം തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നു. അവിടെ വരുന്ന എന്തൊക്കെ കുഴപ്പങ്ങളാണ്. അവർക്ക് കൊടുക്കുന്ന ശമ്പളം മുഴുവൻ ഇവിടെ ചിലവാക്കുന്നില്ല, മുഴുവൻ പുറത്തോട്ട് പോവുകയാണ്. കേരളത്തിനകത്തോട്ട് റെമിറ്റൻസ് വരുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് റെമിറ്റൻസ് പുറത്തോട്ട് പോകുന്നു. അതുപോലെ തന്നെ അവരിവിടെ വരുമ്പോഴേക്കും ഒരുപാട് മയക്കുമരുന്നുകളും ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പ്രചരണം, അതെല്ലാം ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് രാഷ്ട്രീയ നിലപാടെന്നായിരുന്നല്ലോ ചോദ്യം. രാഷ്ട്രീയ നിലപാടനുസരിച്ച് കർഷകരെ സ്വതന്ത്രരാക്കുക, ഈ നോക്കുകൂലി തുടങ്ങിയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടി ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ കുത്തകാവകാശം ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകും കുറേയൊക്കെ മാറ്റങ്ങൾ. ശ്രീ റോണി കെ ബേബി, കേരളത്തിൻ്റെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യാപാര നയങ്ങൾ, അതുപോലെ തന്നെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെയുള്ള പ്രോത്സാഹനം ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? നമുക്കറിയാം, കേരളത്തിന് തനിയെ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളിലേക്ക് പോകാനോ അതിനു വേണ്ടിയിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ ഒന്ന് സ്വീകരിക്കാൻ, എക്സിറ്റ് ഇമ്പോർട്ട് പോളിസി ഒന്നും രൂപീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ ഒരു ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ സത്യസന്ധമായി തന്നെ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് അനുകൂലമായി ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ മാറും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾ മാറും. ആ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി മാത്രം മതി. ആ പദ്ധതിക്ക് വേണ്ടി ഒരു സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അത് വളരെ വേദനാജനകമാണ്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കണം വികസന കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ കേരള സ്പെസിഫിക് ആയി കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇവിടെ പ്രത്യേകം നമുക്കറിയാൻ പറ്റും, ഈ നികുതി ബാധകമല്ലാത്ത പ്രത്യേക സോണുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, അതൊക്കെ അവർക്ക് നിഷ്പ്രയാസം ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അല്ലെ വിഴിഞ്ഞത്തിനൊക്കെ ആ വിഴിഞ്ഞമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണൊക്കെ പ്രഖ്യാപിച്ച് ഒരു 10,000 കോടി രൂപ കേരളത്തിന് പ്രത്യേക സഹായധനമായിട്ടൊക്കെ നൽകി ഇവിടെ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നിഷ്പ്രയാസം കേന്ദ്ര സർക്കാരിന് കഴിയും. പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചത്, എത്ര പ്രതികാരാത്മകമായ നടപടിയാണ് കേന്ദ്രം നമ്മളോട് സ്വീകരിക്കുന്നത്. 2014 അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി. അന്ന് നമുക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയത് 814 കോടിയുടെ വയബിലിറ്റി ഫണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും വൻകിട പ്രോജക്റ്റുകൾ വരുമ്പോൾ കേന്ദ്രം അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ടോക്കൺ സഹായം. നിങ്ങൾക്കുള്ള നല്ല പ്രോജക്റ്റുകൾ വരുന്നു, ഇതാ കേന്ദ്രത്തിന്റെ ഒരു കൈത്താങ്, കേന്ദ്രത്തിന്റെ ഒരു ചെറിയ സപ്പോർട്ട്, ഒരു ടോക്കൺ സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് 814 കോടി രൂപ വയബിലിറ്റി ഫണ്ടായി നൽകാമെന്ന് കേന്ദ്രം സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 2024 വരുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ പറയുന്നു അതിന്റെ ലാഭം അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ലാഭം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ആ വയബിലിറ്റി ഫണ്ട് നമുക്ക് തരുള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ ഈ പ്രാവശ്യം ബജറ്റിൽ ഒരു 6200 കോടി രൂപ നമ്മൾ ചോദിച്ചു. നിങ്ങൾ സഹായമായി തരണ്ട, സൗജന്യമായി തരണ്ട, അത് മുതലും പലിശയും അടക്കം നമ്മൾ തിരിച്ചടച്ചോളാം എന്ന് പറഞ്ഞതാണ്. കേരളം വാക്ക് പറഞ്ഞതാണ് 6200 കോടി തന്നാൽ അത് മുതലും പലിശയും അടക്കം കേന്ദ്ര സർക്കാരിന് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ചില്ലി കാശ് പോലും നമുക്ക് തരാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ, ഞാൻ പറഞ്ഞില്ല, നമുക്കിനി കേരളത്തില് സമീപ ഭാവിയിൽ ഒരു പ്രോജക്റ്റുകൾ പോലും വന്നില്ലെങ്കിലും, കാരണം നമ്മൾ കണ്ടു ആ വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായി, അത് ചെറിയ രീതിയിൽ പ്രവർത്തനക്ഷമമായപ്പോൾ തന്നെ ഇപ്പൊ 100 കോടി രൂപയുടെ വരുമാനമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സമീപ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വികസന സാധ്യതകളുള്ള, ഞാൻ പറഞ്ഞ കേരളത്തിന് മുഴുവൻ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന പുതിയ റോഡുകൾ വരുന്നു, വലിയ ഹൈവേകൾ വരുന്നു, കണക്ടിവിറ്റി വരുന്നു. കാരണം വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നറുകൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് വലിയ റോഡുകൾ വരുന്നു, റിംഗ് റോഡുകൾ വരുന്നു, ബൈപ്പാസുകൾ വരുന്നു. കേരളത്തിന് മുഴുവൻ വികസനം, അതുപോലെ തൊഴിലവസരങ്ങൾ, എത്രയോ വലിയ തൊഴിലവസരങ്ങളാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. നമ്മൾ അവിടെ എനിക്ക് തോന്നുന്നു ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടി വലിയ പ്രതിസന്ധി ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്ത് മറ്റു സ്ഥലങ്ങളിലെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിഴിഞ്ഞം ഭാഗത്ത്, കാരണം നമുക്കറിയാം കടലോര പ്രദേശമാണ്, അവിടെ ഒരുപാട് സ്ഥലം നമുക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിയും. പക്ഷേ നമുക്ക് അനുകൂലമായ ഒരു നിലപാടും നമുക്ക് അനുകൂലമായ ഒരു നടപടിയും ഇവിടെ കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടു 15ാം ധനകാര്യ കമ്മീഷൻ, നമുക്ക് 10ാം ധനകാര്യ കമ്മീഷൻ 3.9% കേന്ദ്രവിഹിതമായി നമുക്ക് നൽകിയതെങ്കിൽ നമുക്ക് ഈ ധനകാര്യ കമ്മീഷൻ വന്ന് വെറും 1.9% നമ്മുടെ കേന്ദ്രവിഹിതത്തിന്റെ, പിന്നെ കേരളത്തിന്റെ ഭാഗത്ത് ഒരു പാളിച്ചയുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ എല്ലാത്തിനെയും ഞാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തില്ല. കാരണം നമ്മൾ കൃത്യമായി പ്രോജക്റ്റുകൾ കൊടുക്കാറില്ല, കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ കൊടുക്കാറില്ല. അതിന്റെ 2-3 കേസുകൾ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സാർ പറഞ്ഞു,
1000 കോടി ഒന്ന് പിന്നെ ഈ മനുഷ്യ പിന്നെ മൃഗ ഏറ്റുമുട്ടൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് പരിഹരിക്കാൻ 1000 കോടി ഒരു നിസ്സാര പിന്നെ പിന്നെ ചെറിയ തുക അല്ല എന്ന് ബഹുമാനപ്പെട്ട ശ്രീ സാർ പറഞ്ഞു. ഞാൻ ഒറ്റ ചോദിട്ടെ, കേന്ദ്രം നമുക്ക് തന്ന പല ഫണ്ടും നമ്മൾ ചെലവഴിക്കുന്നില്ല. 50 കോടി രൂപ കേന്ദ്ര ഫണ്ട് നമുക്ക് നൽകിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിച്ചിട്ടില്ല. ഇന്ന് തന്നെ പത്രങ്ങളെല്ലാം വായിച്ചു കാണും. UGCയുടെ കുടിശ്ശിക അത് 750 കോടി രൂപ. ആ സംസ്ഥാന സർക്കാർ കൃത്യമായി ആ UGCയുടെ കുടിശ്ശിക ബഹുമാനപ്പെട്ട അനിതകുമാരി ടീച്ചറിനൊക്കെ അറിയാം. ആ കുടിശ്ശിക നമുക്ക് നൽകിയിരുന്നെങ്കിൽ കേന്ദ്രം ആ കാശ് കൊടുക്കായിരുന്നു. കേന്ദ്രം 2 or 3 തവണ കേരളത്തിന് കത്തയച്ചതാണ്. നിങ്ങൾ അതിനുള്ള നടപടി സ്വീകരിക്കണം. നമ്മൾ ഒരു നടപടിയും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അപ്പം ഈ പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മുഴുവൻ നമ്മൾ അതിനൊരു പ്ലാനും ഇല്ല, എസ്റ്റിമേറ്റും ഇല്ല, നമുക്കൊരു കടലാസും ഇല്ല. സുരേഷ് സാറിനും കൂടി ഇതിന്റെ കൂടെ ശ്രദ്ധപ്പെടുത്തുമ്പോൾ ഞാനൊരു കാര്യം ഞാനിവിടെ പറയുകയാണ്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ചോദ്യം ചോദിച്ചു ഈ പറയുന്ന പരിസ്ഥിതി ദുർബല മേഖലയുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം. അപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പലതവണ സംസ്ഥാന സർക്കാരിന് കത്തെഴുതി, ഈ നിങ്ങൾ നൽകിയിരിക്കുന്ന ശുപാർശകളിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി പറഞ്ഞ് 3 മാസമായി കത്തയച്ചിട്ട് കേരളം ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് പുതിയ പ്രോജക്റ്റുകളുമായിട്ട്, പുതിയ പദ്ധതികളുമായിട്ട്. അവിടെയൊക്കെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തില് ആദ്യം അവിടെയാണ്. ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷനൊക്കെ ഉണ്ട്. അവര് എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബ്യൂറോക്രസിയിൽ ആവശ്യമായിട്ടുള്ള ഒരു എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയാണ് സർക്കാർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരി, വ്യക്തമാണ്. ഞാൻ നിലവിടെയാണ്. ശ്രീമതി അനിതകുമാരി, ശമ്പള പരിഷ്കരണവും പെൻഷനും ഉദ്യോഗസ്ഥ മേഖല ആവശ്യങ്ങളായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ബഡ്ജറ്റിൽ പരിഗണിക്കുമെന്ന് കരുതുന്നുണ്ടോ? ശമ്പള പരിഷ്കരണം കാരണം മുമ്പേ ഉള്ള കമ്മീഷനുകൾ, അതായത് നമ്മുടെ കഴിഞ്ഞ പേ റിവിഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തിലുള്ള ഒരിക്കലുള്ള ശമ്പള പരിഷ്കരണം ഒന്നും ഒരു 7 വർഷം മതിയെന്ന്. പിന്നെ പൊതുവെയുള്ള ഒരു സംസാരമുണ്ട്, കേരളത്തിൽ 5 വർഷത്തിലൊരിക്കൽ ഈ ഒരു ശമ്പള പരിഷ്കരണം നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടായതെന്നുള്ള ഒരു വാദമുണ്ട്. ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, അങ്ങനെ ഒരു വാദമുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ ഒരു ബഡ്ജറ്റില് എന്തായാലും അതിന്റെ ഒരു പീരീഡ് ഒക്കെയാണ്. അപ്പോ ഒരു ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാണുന്നുണ്ട്. അത് എപ്പോ നടപ്പിലാക്കും എന്നുള്ളതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം അത് ഡ്യൂവായി ഇരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആദായ നികുതിയിൽ ഇത്ര വലിയ ഒരു ആനുകൂല്യം നൽകിയ സ്ഥിതിക്ക് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഉള്ള പ്രശ്നം നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇപ്പൊ തന്നെ അധികമായ സാമ്പത്തിക ബാധ്യത. എല്ലാവരും പറയുന്നത് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതുകൊണ്ടാണ് കേരളം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒന്നാമത് നമുക്ക് വെൽഫെയർ പെൻഷൻ തന്നെ ഇപ്പൊ 4 മാസം കൊണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും കുറച്ച് ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ബഡ്ജറ്റ് ആണ്, ഫുൾ ബഡ്ജറ്റ്. അത് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. നമ്മളോട് ചർച്ച ചെയ്തതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടായേ മതിയാകൂ. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അനുയോജ്യമായ നയപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. KN ബാലഗോപാൽ ഈ ബഡ്ജറ്റിൽ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമോ എന്നറിയാൻ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PC സിറിയക്, പ്രൊഫസർ അനിതകുമാരി, ശ്രീ റോണി K. ബേബി, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.